വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS SSLCയിലെ ഇംഗ്ലീഷിലെ 7ാമത്തെ അധ്യായമായിട്ടുള്ള ഷൂഷൈൻ എന്ന അധ്യായമാണ് നമുക്കിനിയൊരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ട് ഇരിക്കുന്നവരായിരിക്കാം അല്ലേ? ഈ കഥ എഴുതിയിട്ടുള്ളത് ഈ കഥാനായകൻ തന്നെയാണ്. കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ശാസ്തി ബ്രാത്ത എന്ന് പറയുന്ന കഥാനായകൻ തന്നെയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ 7ാമത്തെ അധ്യായം ഷൂഷൈൻ എന്നുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇതിലെ ക്യാരക്ടേഴ്സ്, ഇതാരാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ കഥ നടക്കുന്നത് എവിടെയാണ്, ഈ കഥയിലെ സമ്മറി എന്തൊക്കെയാണ്, പ്രധാന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ കഥ എഴുതിയിട്ടുള്ള ശാസ്തി ബ്രാത്തയാണ് കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയിലൂടെ പറയുന്നത്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1939 കൊൽക്കത്തയിലായിരുന്നു ജനനവും വിദ്യാഭ്യാസവും ഒക്കെ കൊൽക്കത്തയിലായിരുന്നു. 2015 2015 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ കഥയിലെ അടുത്തൊരു കഥാപാത്രമായിട്ടുള്ളത് ഷൂഷൈൻ. അതായത് ഷൂഷൈൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് കുറച്ച് ആൺകുട്ടികൾ ഉണ്ടാകും. അവരാണ് ആളുകളുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നത്. ഷൂഷൈൻ എന്ന് പറഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണ്. ആ കുട്ടിയുടെ പേര് ശോവൻലാൽ എന്നാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു 7ാമത്തെ അധ്യായത്തിലുള്ളത്. ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഥ നടക്കുന്നത് ഡൽഹിയിലാണ്. നമ്മളുടെ കഥാനായകനായിട്ടുള്ള ശാസ്തി ബ്രാത്ത ജോലി ആവശ്യാർത്ഥം ഡൽഹിയിലേക്ക് പോവുകയാണ്. കഥ നടക്കുന്നത് കനോട്ട് സർക്കസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കനോട്ട് സർക്കസ് എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരു സർക്കസ് അല്ല, മറിച്ച് അതൊരു സ്ഥലത്തിന്റെ പേരാണ്. കനോട്ട് സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. മാത്രമല്ല ഇത് നടക്കുന്നത് കനോട്ട് സർക്കസ് എന്ന് പറയുന്നത് ഒരുപാട് ഇറ്റ് ഈസ് എ പ്ലേസ് ഫുൾ ഓഫ് മെനി ഷോപ്പിംഗ് മാൾസ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് അല്ലേ? അതായത് ഒരുപാട് കച്ചവട ആവശ്യങ്ങളും ഒരുപാട് ആളുകളെ തൻ്റെ ഷോപ്പിംഗ് മാളൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്ത് നമ്മളുടെ കനോട്ട് സർക്കസ് എന്ന് പറയുന്ന സ്ഥലം. ഈ കഥയിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, കഥയിലെ സ്റ്റോറി ഇതാണ്. നമ്മുടെ കഥ എന്ന് പറയുന്നത് ശാസ്തി ബ്രാത്ത, റൈറ്റർ ആയിട്ടുള്ള ശാസ്തി ബ്രാത്തയുടെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് ഈ കഥയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഡൽഹിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോവുകയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 5 രൂപയായിരുന്നു. വെറും 5 രൂപ വെച്ചാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഈ കഥയിലൂടെ പറയുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങളാണ്. മാത്രമല്ല ഈ ഒരു ജീവിതത്തിലൂടെ, ഈ ഒരു കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും എന്താവരുത്, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം ഒരിക്കലും ടെൻഷൻ ആവാൻ പാടില്ല. ഈ ഒരു കഥയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പാഠം ഉൾക്കൊള്ളേണ്ടത് അതാണ്. അതുപോലെ തന്നെ ഈ കഥ എന്ന് പറയുന്നത് ഒരു ടീ ഷോപ്പിന്റെ മുന്നിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മളുടെ കഥാനായകനായിട്ടുള്ള ശാസ്തി ഭ്രാത്ത ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 5 രൂപയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ 5 രൂപ വെച്ച് അദ്ദേഹത്തിന് എന്താവശ്യമുണ്ട്? ഒരു കോഫിയും അതുപോലെ തന്നെ ചിപ്സും ആവശ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, എങ്ങനെയാണ് ഞാൻ 5 രൂപ വെച്ച് ഒരു കോഫിയും ചിപ്സും കഴിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഷൂ പോളിഷ് ആയിട്ടുള്ള ഷൂഷൈൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ശോവൻലാൽ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് ഷൂ പോളിഷ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോളിഷിന്റെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ആകെ എന്തുള്ളൂ 5 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയാണ് ആകെ 5 അണയേ ഉള്ളൂ ഷൂ പോളിഷ് ചെയ്യാൻ, നിങ്ങൾക്ക് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ എന്തില്ല, എൻ്റെ ആ ക്യാഷ് എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അത് മുതലാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടാണ്. അപ്പോൾ അവരിങ്ങനെ പരിചയപ്പെടുമ്പോൾ, ഞാനിവിടെ ജോലി ആവശ്യാർത്ഥം വന്നതാണ്, എൻ്റെ വീട് കൊൽക്കത്തയിലാണെന്നൊക്കെ കഥാനായകൻ ശോവൻലാലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എങ്ങനെയെങ്കിലും ഈ ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന കുട്ടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മുടെ കഥാനായകൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ശോവൻലാല് ഈ കഥാനായകനെ വിട്ടു പോകുന്നില്ല. അവിടെ അദ്ദേഹം കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കൂലി കിട്ടുമല്ലോ, അത് വെച്ച് തൻ്റെ ദിവസ വരുമാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്, ആ ഒരു കുട്ടി നിൽക്കുന്നത്. അതാണ് കച്ചവടക്കാരുടെ തന്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മളുടെ ആവശ്യമാണ് ഷൂ പോളിഷ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ കുട്ടി ആ ഒരു കഥാനായകന് പിന്നാലെ കൂടി കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം അവർ തമ്മിൽ സ്വയം പരിചയപ്പെടുകയും കഥാനായകൻ തൻ്റെ ജീവിതങ്ങൾ, തൻ്റെ
കാര്യങ്ങൾ ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, അപ്പൊ നിങ്ങൾ ജോലി അന്വേഷിച്ച് വന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താവണം, ഷൂ പോളിഷ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. ഷൂ പോളിഷ് ചെയ്യാതെ പോയാൽ നിങ്ങൾ എന്താവില്ല, നമ്മളുടെ മെയിൻ ഓഫീസർ അല്ലെ, ഓഫീസിലെ മെയിൻ ആളെന്താവില്ല, ഓഫീസിൽ കയറ്റില്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, നീ ഷൂ പോളിഷ് ചെയ്താൽ പോയാലും ഷൂ പോളിഷ് ചെയ്ത് പോയാലും എനിക്ക് ജോലി കിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്, ഷൂ പോളിഷ് ചെയ്യണമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഷൂ പോളിഷ് ചെയ്തിട്ട് എനിക്ക് ടോട്ടലായിട്ട് ദിവസം 6 രൂപ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആര്? ആ ഷോവൻലാൽ. അപ്പം കഥാനായകൻ തോന്നുകയാണ്, 6 രൂപ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന തൻ്റെ സുഹൃത്തിനേക്കാളും ദിവസ വരുമാനമുള്ള ആളാണ് ആര്? ഈ കുട്ടിയെന്ന് നമ്മളുടെ കഥാനായകനായിട്ടുള്ള ശാസ്തി ഭ്രാത്ത മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ കൂടി ഒരു എന്തുകൊണ്ട് എനിക്കും എന്തായി കൂടാ ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി ചെയ്തുകൂടാ എന്നത് ചിന്തിക്കുകയാണ്. അപ്പം നമ്മുടെ ഷോവൻലാൽ ചോദിക്കുന്നുണ്ട്, എന്ത്, എങ്ങനെയാണ് ഒരു ഫാനിൽ ഇരിക്കുകയാണ് നിങ്ങൾ, ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾ ചെയ്യുക? ഇതിന് ഒരു അസോസിയേഷൻ ഉണ്ട് അല്ലെ, ഒരു സംഘടനയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനം ഈ കഥയിൽ അവസാനം കഥ എന്ന് പറയുന്നത് നമ്മുടെ കഥാനായകൻ ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും എന്തില്ല, ഞാൻ എൻ്റെ നാട് കൊൽക്കത്തയാണ്, എനിക്ക് ഡൽഹിയിൽ ആരെയും പരിചയമില്ല അല്ലേ, അപ്പം ഡൽഹിയിൽ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താവാം ധൈര്യമായിട്ട് ജോലി ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് പറ്റി യോജിച്ചൊരു ജോലിയല്ല എന്ത് ഞാൻ ചെയ്യുന്ന ജോലി, ഒരു ഷൂ പോളിഷിംഗ് ജോലി നിങ്ങൾക്ക് യോജിച്ചൊരു ജോലിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ. അപ്പം അവസാനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഷൂ പോളിഷ് ചെയ്യാൻ ഞാൻ എന്ത് ചിലവാക്കണം, മുതൽ മുടക്ക് എത്ര വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഒരു ബോക്സിന്, ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ബോക്സിന് ടോട്ടലായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ, ടൂൾസൊക്കെ വാങ്ങാൻ 12 രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 12 രൂപ എങ്ങനെ, എനിക്ക് എൻ്റെ അടുത്ത് ആകെ 5 രൂപയേ ഉള്ളൂ, പിന്നെ ഞാനെങ്ങനെ 12 രൂപ വെച്ച് ഒരു സാധനം വാങ്ങാനൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ഒരു കഥയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവസാനം അദ്ദേഹം ഈ ഒരു ജോലി ചെയ്യുകയാണ്. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 7ാമത്തെ അധ്യായമായിട്ടുള്ള ഷൂ ഷൈൻ എന്നുള്ള അധ്യായത്തിലൂടെ പങ്കുവെക്കാനുള്ളത്. മാത്രമല്ല ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ കുഡ് ദ യങ് മാൻ നോ അഫോർഡ് ടു ബൈ ഈവൻ എ പ്ലേറ്റ് ഓഫ് പൊട്ടറ്റോ ചിപ്സ് ആൻഡ് എ കപ്പ് ഓഫ് കോഫി. ഒരു കപ്പ് കോഫിയും പൊട്ടറ്റോ ചിപ്സും വാങ്ങാൻ പോലും അദ്ദേഹത്തിന് ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 5 രൂപയേ ഉള്ളൂ. 5 രൂപ കൊണ്ട് ഇനിയും മുന്നോട്ട് പോകണ്ടേ, അപ്പോൾ കഴിയുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹം മറുനാട്ടിലേക്ക് ജോലി അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കയ്യിൽ 5ന്റെ ക്യാഷ് ഇല്ല, ആകെ 5 രൂപയേ ഉള്ളൂ. ആ ഒരു 5 രൂപ വെച്ചിട്ട് മുന്നോട്ട് പോകണം. ചിപ്സും കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോവേണ്ടതല്ലേ, ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടതല്ലേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡിഡ് ദ യങ് മാൻ റെഫ്യൂസ് ടു ഗെറ്റ് ഹിസ് ഷൂ പോളിഷ്ഡ്? അല്ലേ, എന്തുകൊണ്ടാണ് ആ യങ് മാൻ്റെ ഷൂ പോളിഷ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പം ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഷൂ ഷൈൻ സജസ്റ്റഡ് ദ ഓതർ, നമ്മളെ കഥ എഴുതിയിട്ടുള്ള ആൾക്ക്, കഥാനായകന് നിർദ്ദേശിക്കുന്നുണ്ട് ഷൂ പോളിഷ് ചെയ്യണം, നിർബന്ധമായിട്ടും ഷൂ പോളിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലേ. വാട്ട് റീസൺ ഡിഡ് ഹി ഗീവ്? എന്തൊരു കാരണമാണ് അതിന് അദ്ദേഹം ആ ഒരു ഷൂ പോളിഷിംഗ് പോയി നിർദ്ദേശം വെക്കുന്നത്? എന്തൊരു കാരണമാണ് പറയുന്നത്? അപ്പം ബോസ് അല്ലേ, നമ്മുടെ ഓഫീസിലെ ബോസ് ഒരിക്കലും എന്താവില്ല ഷൂ പോളിഷ് ചെയ്യാതെ പോയ ആളുകൾക്ക് ജോലി കൊടുക്കില്ല. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളൊരു ഓഫീസ് ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഷൂ പോളിഷ് ചെയ്ത് പോകണം എന്നൊക്കെ അദ്ദേഹം ആ ഒരു കുട്ടി ഷോവൻലാലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു 7ാമത്തെ അധ്യായത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒരുപാട് രസകരമായിട്ടുള്ളൊരു കഥയാണ് ഈ ഒരു 7ാമത്തെ അധ്യായത്തിലൂടെ നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്, നമുക്ക് മുന്നോട്ട് പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മളുടെ കഥ എഴുത്തുകാരനായിട്ടുള്ള ശാസ്തി ഭ്രാത്ത വളരെ രസകരമായിട്ടുള്ള കഥയാണ് എഴുതിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ അറിയാനും പരിചയപ്പെടാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, പഠിക്കാനൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.